പല്ലുവേദന ഹൃദയാഘാതത്തിന്റെ ലക്ഷണമോ? മാനസിക പിരിമുറുക്കങ്ങളെയും നിസാരമായി തോന്നുന്ന ശരീരവേദനകളെയും നാം അവഗണിക്കാമോ? യുവാക്കളിൽ ഹൃദ്രോഗം കൂടി വരുന്ന പുതിയ കാലത്ത് യുവഹൃദയങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യമുയർത്തി നേർരേഖ എത്തുന്നു. ഓഗസ്റ്റ് 23 ശനിയാഴ്ച രാത്രി 7 കണ്ണൂർ വിഷൻ നേർരേഖയിൽ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീജിത്ത് വളപ്പിൽ, ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ നാഗേഷ് പ്രഭു, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡോക്ടർ അബ്ദുൽ ഹാരിസ് എന്നിവർ യുവാക്കളിൽ ഹൃദ്രോഗം വരുന്ന വഴികളിലേക്ക് മനസ്സ് തുറക്കുന്നു. ഇപ്പോൾ ഡയബറ്റിക് പ്രമേഹ രോഗികൾക്ക് ഈ തരത്തിലുള്ള വേദനകളൊക്കെ കയ്യിലും കാലിലും ഉണ്ടാകും. അപ്പം അവർക്ക് എപ്പോഴും ഈ ഹൃദയാഘാതം വരുമ്പോൾ ഈ നെഞ്ചുവേദന വരണമെന്നില്ല. ആകെ ഒരു വിയർപ്പ് മാത്രമേ അവർ കാണൂ. പ്രമേഹം ഒരു ലക്ഷണമൊക്കെ കണ്ട് കാഴ്ച കുറയുന്നതും ഞരമ്പിൻ്റെ തരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷേ അത് ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഹാർട്ട് അറ്റാക്ക്. പലരുടെയും അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ബ്ലോക്കിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ രക്തക്കൊഴലിൻ്റെയൊക്കെ അവസ്ഥ ഒരു 10-70 വയസ്സായ ആൾക്കാരുടെ രക്തക്കൊഴലിൻ്റെ അവസ്ഥയാണ്. റൂട്ടീനായിട്ട് വരുന്ന പേഷ്യൻറ്റിൽ നിന്ന് ഒരു നല്ല ഡോക്ടർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പേഷ്യൻറ്റിന് ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ആവശ്യമുണ്ടെന്നുള്ളത് ഒരു നല്ല ഡോക്ടർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ലക്ഷണങ്ങളിൽ നിന്ന് മാറി ആ രോഗിക്ക് സീരിയസ് ആയിട്ടുള്ളൊരു ലക്ഷണം ഉണ്ട് എന്നുള്ളത് നല്ല ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൃദയം നിലക്കാതിരിക്കാൻ, ഹൃദയത്തിൻ്റെ സംരക്ഷണ വഴികൾ അറിയാൻ കാണുക നേർരേഖ. ഓഗസ്റ്റ് 23 ശനിയാഴ്ച രാത്രി 7 കണ്ണൂർ വിഷനിൽ.